ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തൊടുപുഴയിലുള്ള പ്രേമ ജോർജ് മാഡത്തിൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡ് കളക്ഷനെ കുറിച്ചാണ്. അത് നടുന്ന രീതിയും ഗ്രൗണ്ട് ഓർക്കിഡിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറിനെ കുറിച്ചും ഒക്കെ മാഡം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പ്രേമ മാഡത്തിൻ്റെ മനോഹരമായ ഗാർഡൻ ഞാൻ നേരത്തെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിലൂടെ. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് പ്രേമ മാഡമാണ്. അതുപോലെ തന്നെ പഠിച്ചതും വളർന്നതും എല്ലാം തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് സംസാരത്തിൽ ഒരു തമിഴ് ആക്സെൻ്റാണ് വരുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ തയ്യാറായിട്ടുണ്ട്. മാമിന് ഗാർഡനിങ് ഒരു ഹോബി മാത്രമല്ല, ഒരു പാഷനും കൂടിയാണ്. അതുപോലെ തന്നെ ഇത് വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഉള്ളത്. ഇത് വന്നിട്ട് തൊടുപുഴ 6 നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഓർക്കിഡ്സിനെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓർക്കിഡ്സ് പല ഇനമുണ്ട്. ഡെൻഡ്രോബിയംസ് ഉണ്ട്, ഓൺസീഡിയംസ് ഉണ്ട്, വാൻഡാസ്, ഫിലനോപ്സിസ്, അങ്ങനെ ഒത്തിരി ഓർക്കിഡ്സ് ഉണ്ട്. അതിലേറ്റവും വളർത്താൻ എളുപ്പമുള്ള ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്രത്യേകത, അത് വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ തരും. പിന്നെ ഈ ഓർക്കിഡ് നമുക്ക് മണ്ണിലും നടാം, ചട്ടിയിലും നടാം. അപ്പോൾ അതിന് നല്ല വെയിൽ വേണം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെയിൽ കിട്ടുന്നിടമാണെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ നിറച്ച് പൂക്കളായിരിക്കും. പിന്നെ ഇതിന് രോഗങ്ങളും കുറവാണ്. അപ്പോൾ ഇതിൽ കൂടുതലും വരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. നമ്മൾ ചില ചെടിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇങ്ങനെ വെള്ള പുള്ളിയും കുത്തും കാണാം. അതിൻ്റെ ചുവട്ടിൽ ശകലം വെള്ള കുത്തുകൾ കാണാം. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് തൊടുമ്പോൾ അതിൻ്റെ ചില ഇലകൾ നമ്മൾ വലിക്കുമ്പോൾ പെട്ടെന്ന് ഊരിപ്പോരും. അതൊരെനം ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അടിക്കണം. ഞാൻ കൂടുതലും അടിക്കുന്നത് ഫൈട്രനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫംഗിസൈഡ് അടിക്കാം. അത് അടിച്ചു കഴിഞ്ഞ് ആ ഇൻഫെക്ഷൻ മാറും. പിന്നെ വേറെ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇതിന് വരികയില്ല. ഇത് വർഷം മുഴുവൻ നല്ല വെയിൽ കിട്ടുന്നിടമാണ് വർഷം മുഴുവൻ ഇത് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് പോട്ടിംഗ് മിക്സ്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് റിവർ സാൻഡ്. ഞാൻ മണൽ മാത്രമേ എടുക്കാറുള്ളൂ. ഞാൻ ചുമന്ന മണ്ണ് എടുക്കാറില്ല. മണ്ണ് എടുത്താൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വേര് തിങ്ങിയിട്ട് വെള്ളം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് റിവർ സാൻഡ്, മണൽ, പിന്നെ എല്ലുപൊടി, പിന്നെ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ്, പിന്നെ കുറച്ച് കുമ്മായം, പിന്നെ മുട്ടത്തോട് പൊടിച്ചത്. ഇപ്പം മുട്ടത്തോട് ഇപ്പം ഇല്ലേലും കുഴപ്പമില്ല. പിന്നീട് നമുക്ക് കിട്ടുന്ന അനുസരിച്ച് ചെടി നട്ട് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ പറയാം: മണൽ, കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി, എല്ലുപൊടി, കുറച്ച് കുമ്മായം. അപ്പോൾ മണലാണ് കൂടുതൽ, ബാക്കിയെല്ലാം കുറച്ച് മതി. അപ്പോൾ അത് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതാണ് നമ്മുടെ പോട്ടിംഗ് മിക്സ്ചർ. പിന്നെ നമുക്ക് ഇത് ചട്ടി എങ്ങനെ നിറയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചില ചട്ടിയിൽ നടുക്ക് ഒരു ഹോളായിരിക്കും, ചിലതിൽ നടുക്കും സൈഡിൽ ഹോൾ കാണും. അപ്പോൾ അവിടെ നമ്മൾ ഓരോ ഓട് കഷ്ണം വെച്ച് ആ ഹോൾ അടയ്ക്കുക. ഹോൾ അടയ്ക്കുന്നത് വെള്ളം ഊർന്ന് പോയാനാ, വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ. എന്നിട്ട് അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിയിൽ ചാരൽ അല്ലെങ്കിൽ മെറ്റൽ ഏതെങ്കിലും ഇട്ട് ആ ഓട് കഷ്ണം മൂടുന്ന ലെവൽ വരെ ഇടുക. ഞാനിവിടെ മെറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റൽ ഇട്ടിട്ട് ഓട് കഷ്ണം മൂടുന്നിടം വരെ നമ്മൾ നിറച്ച് കൊടുക്കുക. നിറച്ചിട്ട് കൈകൊണ്ട് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക. സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സ്ചർ പറഞ്ഞല്ലോ: മണൽ, എല്ലുപൊടി, കമ്പോസ്റ്റ്, കുമ്മായം. അപ്പോൾ ആ മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചട്ടിയുടെ 1/4 ഭാഗം നിറയ്ക്കുക. എപ്പോഴും 1/4 നിറയ്ക്കാവുള്ളൂ. ബിക്കോസ് ബാക്കി സ്ഥലം നമ്മൾ പിന്നീട് വളങ്ങൾ ഓരോന്ന് ചേർക്കാൻ വേണ്ടിയാണ് ആ സ്പേസ് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് 1/4 ഭാഗം ചട്ടി നിറയ്ക്കുക. പിന്നെ ഇതിന് ഫെർട്ടിലൈസർ വളം കൊടുക്കുന്നത് ഞാൻ ഒന്നിയിൽ വെറും വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് കടലപ്പിണ്ണാക്ക് കുതിർത്ത് വെക്കുക. കൂടുതൽ ദിവസം വെച്ചാൽ അത്രയും നല്ലതാണ്. പക്ഷെ മണം വരുന്നതുകൊണ്ട് ഞാൻ 2 ദിവസം വെക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു മഗ് എടുത്തിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിൽ അത് കലക്കിയിട്ട് നല്ല ഡൈല്യൂട്ട് ചെയ്ത് ഒന്നിയിൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ചെടിയിൽ നമ്മൾ മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് മാസത്തിൽ 2 പ്രാവശ്യം ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്താൽ
ഗ്രൗണ്ട് ഓർക്കിഡ്സിന് നിറച്ച് പൂവുണ്ടാവും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എപ്പോഴും നല്ല വെയിലത്തായിരിക്കണം. വെയിലത്ത് വെച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് പൂക്കുകയുള്ളൂ. ഇനി നമുക്ക് ചെടി എങ്ങനെ നടുന്നതെന്ന് നോക്കാം. അപ്പോൾ ചട്ടി 3/4 നിറച്ചു. ഇപ്പോൾ 3/4 നിറച്ച ചട്ടിയുടെ നടുക്ക് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കുക. ദാറ്റ് ഈസ് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിക്കകത്തോട്ട് നമ്മുടെ ചെടി എടുത്ത് വെക്കുക. അപ്പോൾ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഹെൽത്തി പ്ലാന്റ് വേണം സെലക്ട് ചെയ്യാൻ. അത് നടുക്കോട്ട് വെച്ചിട്ട് കുറച്ച് മണ്ണ് ഇട്ടിട്ട്, ഒത്തിരി നമുക്കല്ല, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഉറപ്പിച്ചിട്ട് നിർത്തുക. പിന്നെ ഇത് 2 ദിവസം തണലത്ത് വെച്ചിട്ട് പിന്നെ നമുക്കതെടുത്ത് നല്ല വെയിലത്ത് വെക്കാം. ഇപ്പോൾ മുട്ടത്തോട് ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട്. അതാണ് ആ ചട്ടിയിൽ വൈറ്റ് കളറിൽ കാണുന്നത് മുട്ടത്തോടാണ്. അപ്പോൾ ഇനി നമ്മൾ ചെടി നട്ട് കഴിഞ്ഞ് അതിൻ്റെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. മണ്ണ് ഇളക്കിയിട്ട് നമുക്ക് അതിൻ്റെ പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, പിന്നീട് ചേർത്താലും മതി. മുട്ടത്തോട് നമുക്ക് കിട്ടുന്ന അനുസരിച്ച് മുട്ടത്തോട് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ എറമ്പിൽ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഏത് വളം ഇടുമ്പോഴും നമ്മൾ രാസവളം ആണേലും ജൈവവളം ആണേലും നമ്മൾ ഒരിക്കലും അതിൻ്റെ ചോട്ടിലിടല്ലേ. എല്ലാം നമ്മൾ എറമ്പിൽ കൂടെ ഇടുകയുള്ളൂ. ചോട്ടിലിട്ടാൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ എറമ്പിൽ കൂടെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക കിട്ടുന്ന അനുസരിച്ച്. എന്നിട്ട് മുട്ടത്തോട് ഇട്ടിട്ട് കൈകൊണ്ട് മണ്ണ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറത്ത് മണ്ണ് തട്ടിയിട്ട് ഒന്ന് മൂടി വെക്കുക. എന്തിനാണെന്നറിയാം, കാക്ക വന്ന് അവിടെ ഇവിടെയൊക്കെ കൊത്താതിരിക്കാനും അത് ചെയ്യാതിരിക്കാനും നമ്മൾ കുറച്ച് മണ്ണ് കൊണ്ട് മൂടിയിടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മുട്ടത്തോട് നല്ല വളമാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ചെറിയ ചെടിയിൽ കണ്ടില്ലേ എത്ര കൊലപ്പൂവുണ്ടെന്ന്. 1 2 3 4 5 കണ്ടോ, 5 പൂക്കളുണ്ട് ഒരു ചെറിയ ചുവടയിൽ. അപ്പോൾ ചട്ടി നിറയുമ്പോൾ ഇഷ്ടം പോലെ പൂക്കളാണ്. അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ്. ഇങ്ങനെ നല്ല വെയിലത്ത് വെക്കുവാണെങ്കിൽ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ്സ്. അപ്പം നമ്മളങ്ങനെ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന മുട്ടത്തോടനുസരിച്ച് നമ്മളിങ്ങനെ ഇട്ടാൽ മതി. പക്ഷേ ഏത് ഇടുമ്പോഴും ശ്രദ്ധിക്കണം, ചട്ടിയുടെ എറമ്പിൽ കൂടെ ഇടാവുള്ളൂ. വളം ഒഴിക്കുമ്പോഴും അങ്ങനെ ചട്ടിയുടെ എറമ്പിൽ കൂടെ ഒഴിക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒഴിച്ചാൽ ഇപ്പോൾ വർഷം മുഴുവൻ നമുക്കിങ്ങനെ നിറച്ച് വെയിലത്തായിരിക്കണം. ഹോൾ ഡേ വെയിൽ കിട്ടുന്നിടമാണെങ്കിൽ എപ്പോഴും ഗ്രൗണ്ട് ഓർക്കിഡ്സ് നിറച്ച് പൂക്കളായിട്ട് നിൽക്കും. കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ മണ്ണിലും നടാം, ചട്ടിയിലും നടാം, മണ്ണിലും നടാം. നമുക്ക് ഏറ്റവും വളർത്താൻ എളുപ്പമുള്ള ചെടിയാണ്. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഓർക്കിഡ്സിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഗ്രൗണ്ട് ഓർക്കിഡ്സ് കഴിവതും ഓർക്കിഡ്സ് വെക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വേറെ ഓർക്കിഡ്സിനെക്കാട്ടിലും ഏറ്റവും വളർത്താൻ എളുപ്പമുള്ള ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആദ്യം വളർത്തിയിട്ട് അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് നിങ്ങൾ ബാക്കി നല്ല കൂടിയ ഇനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ച് വളർത്താൻ നോക്കുക. അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ എത്ര ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഉണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്പെട്ടതെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.